ഹായ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഇന്ന് അഭിമാന നിമിഷമാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ ഖായിദെ മില്ലത്ത് സെൻറ്റർ ഇനാഗുലേഷനാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഭിമാന സ്തംഭം, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രസക്തി വിളിച്ചോതുന്ന അഭിമാനകരമായ അസ്തിത്വത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു അഭിമാന നിമിഷത്തിലാണ് ഇന്ന് നിൽക്കുന്നത്. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യ മഹാരാജ്യത്തെ ഇന്ത്യയുടെ തലസ്ഥാനത്ത് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ ഒരു ഓഫീസ് ഇന്ന് മുതൽ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ആ നിർവഹിക്കുന്ന അഭിസുലഭ മുഹൂർത്തത്തിലാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. വളരെ അഭിമാനകരമായ അസ്തിത്വം എന്നുള്ള നിലയ്ക്ക് എൻ്റെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ നിന്നും താഴേക്കോട് പഞ്ചായത്തിൽ നിന്ന് ഞാനൊരു പ്രതിനിധിയായി ഇവിടെ പങ്കെടുക്കുമ്പോൾ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ STUവിൻ്റെ കേരള കർഷക തൊഴിലാളി ഫെഡറേഷൻ STUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അഭിമാനപൂർവ്വം ഞാനേറെ സ്നേഹിക്കുന്ന, ഏറെ ബഹുമാനിക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ അഭിമാനകരമായ ഈ ഓഫീസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനം 1948 മദ്രാസിലെ രാജാജി ഹാളിൽ വെച്ച് ഇതിന് തുടക്കമിട്ടപ്പോൾ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പിടിച്ച ഹരിത പതാക ഇന്ന് വാനോളം ഉയർന്ന് ഇന്ത്യ രാജ്യത്തും ലോകത്താകമാനം വളർന്ന് പന്തലിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ തലസ്ഥാനത്തെ ഒരു അഭിമാന സ്തംഭം ഖായിദെ മില്ലത്ത് സെൻറ്റർ എന്ന അഭിമാന സ്തംഭം ഇന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോവുകയാണ്. ഏറെ ശ്രദ്ധയോടെ നടക്കുന്ന ഈ ഒരു പ്രോഗ്രാം അതിലൊരു പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാന ഒരു മുഹൂർത്തമായി ഞാൻ കണക്കാക്കുകയാണ്. അന്ന് ഖായിദെ മില്ലത്ത് തുടക്കമിട്ട രാഷ്ട്രീയ പ്രസ്ഥാനം ബഹുമാന്യനായ നേതാക്കളുടെ അപ്പി സാഹിബിൻ്റെ, കോക്കർ സാഹിബിൻ്റെ, CHൻ്റെ, ബാഫക്കി തങ്ങളുടെ, മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ, അങ്ങനെ ഇന്ന് എത്തി നിൽക്കുന്ന ഹൈദരലി ശിഹാബ് തങ്ങളിൽ നിന്ന് എത്തി നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് ബഹുമാന്യനായ അഖിലേന്ത്യാ പ്രസിഡന്റ് ബഹുമാന്യനായ ഖാദർ മൊയ്തീൻ സാഹിബ്, ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ട്രഷറർ വഹാബ് സാഹിബ്, ഓർഗനൈസിംഗ് സെക്രട്ടറി ടി മുഹമ്മദ് ബഷീർ സാഹിബ്, പിന്നെ അഖിലേന്ത്യാ നേതാക്കൾ അണിനിരക്കുന്ന ഒരു വലിയ അഭിമാന സ്തംഭമായി നീണ്ട 77 വർഷം പൂർത്തീകരിക്കുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനം അതിൻ്റെ അഭിമാനമായ അസ്തിത്വം വിളിച്ചോതുന്ന ഒരു ഉദ്ഘാടന സെഷനിൽ ഇന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അൽഹംദുലില്ലാഹ് സന്തോഷിക്കുകയാണ്. STUവിൻ്റെ സംസ്ഥാന ഭാരവാഹി എന്നുള്ള നിലയ്ക്ക് നീണ്ട 3 പതിറ്റാണ്ടിൻ്റെ പ്രവർത്തനത്തിന് ലഭിച്ച ഏറ്റവും വലിയൊരു അംഗീകാരമായി വ്യക്തിപരമായി ഞാനിത് കണക്കാക്കുകയാണ്. എൻ്റെ കൂടെ ഇന്ന് പ്രിയങ്കരനായ KMCCയുടെ നേതാവ് PK ഹമീദ് സാഹിബുണ്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹി പ്രിയപ്പെട്ട CT അഷ്റഫ് സാഹിബുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പ്രിയതമ സീനത്ത് പുത്തൂറുണ്ട്. അടങ്ങുന്ന ഞങ്ങൾ 5 പേരടങ്ങുന്ന ഒരു ടീമാണ് ഇന്ന് താഴേക്കോട് പഞ്ചായത്തിൽ നിന്നും വളരെ ശ്രദ്ധാപൂർവ്വം വളരെ സന്തോഷത്തോടു കൂടി പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറ്റവും ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു അസുലഭ മുഹൂർത്തം ഇതിൽ പങ്കെടുക്കാൻ കഴിയുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് മുസ്ലിം ലീഗ്. രജിസ്ട്രേഷൻ കൗണ്ടറാണ് ഇവിടെ.
സദസ്സിന് വേണ്ടി ആദ്യത്തെ ഫ്രണ്ട് റോ നാഷണൽ എക്സിക്യൂട്ടീവ്സ് മെമ്പേഴ്സിനുള്ളതാണ്. തൊട്ട് പുറകിലാണ് വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് വന്നിട്ടുള്ള ജില്ലാ സംസ്ഥാന ഭാരവാഹികൾക്ക് ഇരിക്കേണ്ടത്. ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കുക. मौलाना बशीर फारूक साहब വീഡിയോ റെക്കോർഡിങ്ങിലാണെന്ന് പറഞ്ഞു. പോയി ഞങ്ങളിങ്ങനെ ഫോട്ടോ എടുത്ത് നടക്കേണ്ടപ്പോൾ ഇങ്ങോട്ട് വന്നാണ്. വൈഫുണ്ട്, പിന്നെ സിനാസ്രാക്ക, ഫാറൂഖാക്ക ഒക്കെ ഞങ്ങളായിട്ട് പെരുന്നാൾ ടീം ഫുള്ളുണ്ട്.